ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ക്രോഷ്യ ബോ ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. ഇത് എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല. കാര്യം ഒരുപാട് ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. സോ എത്രത്തോളം ക്ലിയർ ആണ് ഇതിൻ്റെ ഓരോ സ്റ്റിച്ചുകൾ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ബട്ട് എനിവേയ്സ് ഇത് ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ. കാര്യം ഇതിലാകെ സിംഗിൾ ക്രോഷ്യയും സ്ലിപ്പ് നോട്ടും മാത്രമേ ഇടുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും. ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്ലിപ്പ് നോട്ട് നമുക്ക് 1 ഫിംഗർ റൂൾ ഉപയോഗിച്ചിട്ടും ചെയ്യാം, 2 ഫിംഗർ റൂൾ ഉപയോഗിച്ചിട്ടും ചെയ്യാം, നമ്മുടെ സ്വന്തം കൈകൾ കൊണ്ടും വെറുതെ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു നോട്ടാണ് സ്ലിപ്പ് നോട്ട്. സ്ലിപ്പ് നോട്ട് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. പിന്നെ ചെയിൻ സ്റ്റിച്ച് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് 21 ചെയിൻ സ്റ്റിച്ചുകളാണ് കേട്ടോ ചെയ്യണത്. ഇതിലും വലിയ സൈസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയിട്ട് ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഞാനിവിടെ ഉപയോഗിക്കുന്ന യാൺ എന്ന് പറയുന്നത് അക്രിലിക് യാണാണ്. അതായത് നമ്മുടെ ലോ ക്വാളിറ്റി യാണില്ലേ, അതാണ് 10-12 രൂപയ്ക്ക് കിട്ടുന്ന യാണാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതെനിക്കൊരു സെറ്റ് മേടിച്ച സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. ഈ 5 കളേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണമാണ് കേട്ടോ ഇത്. അക്രിലിക് യാൺ തന്നെ ഉപയോഗിക്കാവൂ അങ്ങനെയൊന്നുമില്ല, കോട്ടൺ യാൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ബിഗിനേഴ്സ് ആകുമ്പോൾ പഠിച്ചു തുടങ്ങുമ്പം ഈ ലോ ക്വാളിറ്റി യാണിലൊക്കെ പഠിക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല കൂടിയ യാണൊക്കെ മേടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വർക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് അറിഞ്ഞ കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞത്. നമ്മളിവിടെ 21 ചെയിൻ സ്റ്റിച്ചുകൾ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഇതൊന്നിങ്ങനെ മടക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് വേണ്ടുന്ന അളവാണോ എന്നുള്ളത് നോക്കുക കേട്ടോ. ഈ 21 സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റത്തെ ചെയിനൊന്ന് വിട്ടിട്ട് രണ്ടാമത്തെ ചെയിൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഹുക്ക് ആ രണ്ടാമത്തെ ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഗ്രാബ് ചെയ്ത് ആ ചെയിനിൽ കൂടിയിട്ടൊന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ ആ 2 ലൂപ്പിൽ കൂടിയിട്ട് ഇതങ്ങോട്ട് ഇറക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഈ സെയിം സ്റ്റെപ്പാണ് ഓരോ ചെയിനിലും. ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുന്നു, യാൺ ഓവർ ചെയ്ത് ഇതൊന്ന് ഗ്രാബ് ചെയ്തെടുക്കുന്നു. ദെൻ നമ്മൾ ആ ത്രെഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി ആ 2 ലൂപ്പിൽ കൂടിയിട്ട് വലിച്ചെടുക്കുന്നു. അത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് അങ്ങോട്ട് മുഴുവനും ബാക്കിയുള്ള 20 ചെയിൻസിൽ ചെയ്യേണ്ടത്. ഈ ഫസ്റ്റ് റൗണ്ട് ഓഫ് സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ദെൻ നമ്മൾ ഇതിനെ ഒന്ന് ടേൺ ചെയ്യാം. ഈ ടേൺ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം സിംഗിൾ ക്രോഷ്യ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്ന പാർട്ടില്ലേ, അത് നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് ഇടുന്നതിന് മുമ്പ് ഉള്ളൊരു പാർട്ടില്ലേ, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ആദ്യത്തെ ചെയിൻ കഴിഞ്ഞിട്ടാണ് ഇവിടെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടത്. ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ, അവിടെ തൊട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഞാൻ ഈ തൊടുന്ന ആ പാർട്ട് മുതലാണ് തുടങ്ങേണ്ടത് കേട്ടോ. അവിടേക്ക് ഈ സെയിം സാധനം തന്നെയാണ് ചെയ്യേണ്ടത്. സിംഗിൾ ക്രോഷ്യ തന്നെയാണ് അവിടെയും ചെയ്യേണ്ടത്. ഹൂക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, ദെൻ 2 ലൂപ്പിൽ കൂടിയിട്ട് നമ്മൾ അതിങ്ങനെ വലിച്ചെടുക്കുന്നു. ഈ സെയിം സാധനം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടതും. നമുക്ക് വീതി എത്രയാണോ വേണ്ടത് അത്രയും സിംഗിൾ ക്രോഷ്യയുടെ റൗണ്ടുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഏകദേശം 3 റൗണ്ടേ ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ വീതി വേണം എന്നുണ്ടെങ്കിൽ 4 റൗണ്ടൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് എത്രത്തോളം വിട്ടാണോ വേണ്ടത് അത്രത്തോളം വിട്ട് നമ്മൾ എടുത്തിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഈ 2 റൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് 3 റൗണ്ട് ചെയ്യാം. ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുന്നു, എന്നിട്ട് നമ്മൾ ആ ഒരു ചെയിൻ വിട്ടതിന് ശേഷം അടുത്ത ചെയിൻ മുതൽ ഹൂക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. സെയിം ചെയ്തത് പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യേണ്ടതും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ അതിനകത്തേക്ക് ഹൂക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് എടുക്കുന്നു. അപ്പോൾ 2 ലൂപ്പ് നമ്മുടെ ഹുക്കിൽ വരും. ആ 2 ലൂപ്പിലും കൂടിയിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്ത് യാൺ ഗ്രാബ് ചെയ്തെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് സെയിം. ഇങ്ങനെ എത്രത്തോളം വിട്ട് വേണോ അത്രത്തോളം റൗണ്ടുകൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. അങ്ങനെ ഞാൻ ഇത് 3 റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ടൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് ഇടണം. എന്നിട്ട് നമുക്ക് കുറച്ച് ലെങ്ത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, യാൺ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 45 സെൻറ്റിമീറ്റർ ഒക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ചധികം നമുക്കിവിടെ വേണം, അതുകൊണ്ടാണ്. അപ്പോൾ അത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അത് ഈ ലൂപ്പിലൂടെ ഇങ്ങനെ അങ്ങ് വലിച്ചെടുത്താൽ മതി. അതവിടെ ടൈറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. നമുക്കിത് ഒരെണ്ണം കൂടി വേണം. ഈ സെയിം സാധനം തന്നെ നമുക്ക് ഒരെണ്ണം കൂടി വേണം കേട്ടോ.
അങ്ങനെ ടോട്ടൽ 2 എണ്ണം നമുക്ക് വേണം. ഇതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ബാക്കി വന്നിട്ടുള്ള നൂലുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്ന പ്രോസസ്സാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നൂലെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊരു പീസ് എടുത്തിട്ട് ഈ നൂല് കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ ഒരു സംഭവമുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ, ഇതുപോലെ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ നീഡിൽസ് കയറ്റി കുറച്ചാവുമ്പോഴത്തേക്കും അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഭയങ്കര എളുപ്പമാണ് അത് ചെയ്യാൻ. ഇതുപോലെ ഇങ്ങനെ കയറ്റിയിട്ട് കുറച്ചങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറിയാൽ മതി. കയറി കഴിഞ്ഞ് അതൊന്ന് അവിടെ അഡ്ജസ്റ്റ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കതങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമുക്ക് എത്രത്തോളം കയറ്റാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കയറ്റിക്കോളുക. അത് തന്നെയാണ് സേഫ്. ബാക്കി ഒരു കുഞ്ഞി പീസ് ഉണ്ടാവുമല്ലോ, ആ കുഞ്ഞി പീസും ഇതുപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വെക്കണം. ഇത് സെയിം പ്രോസസ്സ് തന്നെയാണ്. പിന്നെ ഈ ഒരു പീസിന് മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ, മറ്റേ പീസിന് ഇതൊന്നും ചെയ്യരുത് കേട്ടോ. ഈ ഒരെണ്ണത്തിന് മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ, മറ്റേത് ചെയ്യരുത്. മറ്റേത് നമുക്ക് ആവശ്യമുണ്ട്, ഇതിൻ്റെ നൂല് നമുക്ക് ആവശ്യമുണ്ട്. ഇതിൻ്റെ മാത്രം നമ്മൾ അകത്തേക്ക് കയറ്റി വെക്കുന്നേ ഉള്ളൂ കേട്ടോ. നൂലുകളെല്ലാം അകത്തേക്ക് കയറ്റി വെച്ചത് അവിടെ ഇരിക്കട്ടെ. നമുക്കിനി നൂലുകൾ പുറത്തേക്ക് കിടക്കുന്നതാണ് ആവശ്യം. ആ പീസിൻ്റെ 2 എൻഡുകളും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതും ഈ സെയിം നീഡിൽ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ലെങ്ത്തിന് കട്ട് ചെയ്തിട്ടിരുന്ന ആ ഒരു ത്രെഡില്ലേ, അത് വെച്ചിട്ടാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബാക്കൊക്കെ ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തങ്ങ് എടുക്കുക. അതായത് നമുക്കൊരു ബോർഡ് ഷേപ്പ് കിട്ടുന്ന വിധത്തിൽ ഇങ്ങനെ നടുവിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ കുഞ്ഞു നൂലും ഈ വലിയ നൂലും കൂടെ തമ്മിലൊന്ന് കെട്ടിക്കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ബോർഡ് ഒരു ഷേപ്പിലേക്ക് അത് വരും. ബോർഡ് ഷേപ്പ് എവിടെ വരെയാണോ നമുക്ക് തോന്നുന്നത് അത്രയും നേരം നമ്മളിങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ആ കെട്ടി വെച്ചതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് നമ്മൾ നൂലെല്ലാം അകത്തേക്കാക്കിയ ഒരു പീസില്ലേ അതെടുക്കുക. അത് ജസ്റ്റ് നടുവിലായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്യണം. ബാക്കി ആ പീസിൽ തന്നെ നൂല് കിടപ്പില്ലേ, അതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ചിട്ട് നടുവിലായിട്ട് പിന്നെയും റൗണ്ട് ചെയ്യുക. നടുവിലായിട്ട് വെച്ചിട്ട് അതും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതും തമ്മിലൊന്ന് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അവസാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ചെറുതും വലുതും തമ്മിലൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ അവിടെ ടൈറ്റായിട്ട് നിന്നോളും. ഏകദേശം ഇത്രേ ഉള്ളൂ പരിപാടി. വേറെ പ്രത്യേകിച്ച് പരിപാടി ഇനി ഒന്നുമില്ല. ഇത് തന്നെയാണ് നമ്മുടെ ബോ റെഡിയാക്കാനുള്ള മെയിൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആകെ 2 സ്റ്റിച്ച് മാത്രം അറിഞ്ഞാൽ മതി, അത് വെച്ചിട്ട് നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റും. ബേസായിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ബോയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത റെഡ് ബോ. ഇത് കഴിഞ്ഞ ദിവസം ചെയ്ത വൈറ്റ് ബോ ആണ്. എനിക്ക് രണ്ടും ഇഷ്ടമായി. ഇത് നമുക്ക് കീ ചെയിൻസ് ആയിട്ടോ ചാംസ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വൈറ്റ് ബോ അങ്ങനെ കീ ചെയിൻ ആയിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.